ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലൂഫ്. എപ്പിസോഡ് ഓപ്പൺ സീനിൽ നമ്മുടെ നോമു പെണ്ണ് അവളാണെങ്കിൽ ആ ഡോക്ടർ ഉണ്ടായിരുന്ന ബേസ്മെന്റിലേക്ക് അങ്ങനെ ചാടി വരും. ഡോക്ടർ ആണെങ്കിൽ അവിടേക്ക് വരുന്നത് മനസ്സിലാക്കി ആൾക്ക് ആവശ്യമുള്ള പവറുകൾ അത് കയ്യിലങ്ങനെ കളക്ട് ചെയ്ത് ഒരു നോമുവിന്റെ പുറത്ത് കയറി അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവൾ ഞൊട്ടിയിടയിൽ ആ ഒരു നോമുവിനെ അങ്ങനെ തകർത്ത് കളയുകയാണ്. ഡോക്ടറിനാണെങ്കിൽ അത് കണ്ട് ഒരുപാട് വിഷമവും ടെൻഷനും കൂടി വരും. ബേസിക്കലി ഡോക്ടറിന് ആ ഒരു നോമുവായിട്ട് ഒരു വല്ലാത്ത കണക്ഷൻ ഉണ്ടായിരുന്നു. ആളുടെ ഫേവറേറ്റ് നോമു ആയിരുന്നു അത്. മാത്രമല്ല ഇപ്പൊ അവളുടെ അറ്റാക്കില് ഡോക്ടറും ഡാബറയും അവർ രണ്ടുപേരും അവിടെ ലോക്കായിട്ടാണ് ഉള്ളത്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്ത് ഡാബറയെയും ഈ പവറുകളും എന്നെയും എനിക്ക് സേഫ് ആക്കി ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റുമെന്ന് ഡോക്ടറാണെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ എൻഡവർ ആൻഡ് ടീമിനെ കാണിക്കും. അവരാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സാധാരണ ജനങ്ങളെയും അതുപോലെ തന്നെ പേഷ്യൻസിനെയും സേഫായ സ്ഥലത്തേക്ക് മാറ്റി അതിനുശേഷം പുറത്തേക്ക് വന്ന ആ നോമോസായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കറക്റ്റ് ടൈമിൽ മേരിക്കോ ആണെങ്കിൽ ഇപ്പോൾ എൻഡവറിനെ കോൺടാക്ട് ചെയ്യും. ഈ ബേസ്മെന്റിൽ ഞാൻ ഡോക്ടറിനെ കണ്ടെത്തി, അവൻ റിയൽ ഡോക്ടർ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, 2 പഞ്ച് കൊടുത്ത സത്യം അവന്റെ വായിൽ നിന്ന് തന്നെ അറിയാൻ കഴിയും. എത്രയും വേഗം ഞാൻ അവനുമായിട്ട് അവിടേക്ക് എത്തുമെന്ന് പറയും. ഉടനെ എൻഡവർ ആണെങ്കിൽ മേരിക്കോയെ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് സൂപ്പർ ഹീറോസിനെ അവളുടെ അടുത്തേക്ക് അയക്കും. ഇവിടെ ഐസമ മാസ്റ്റർ ആണെങ്കിൽ ആളുടെ സെൻസിങ് കഴിവ് ഉപയോഗിച്ച് ഹൈഡായിട്ടിരിക്കുന്ന ബാക്കിയുള്ള നോമോസിനെ കണ്ടെത്തുകയാണ്. അങ്ങനെ ഓരോ സൈഡിലുള്ള നോമോസുകളെ ഈ ഐസമ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കും, പിടിച്ചു വലിക്കും. അവറ്റകളെ എൻഡവർ ആണെങ്കിൽ അവരുടെ ഫയർ പവർ ഉപയോഗിച്ച് അങ്ങനെ കത്തിയിരിക്കുകയാണ്. ഇപ്പോ ഐസമ മാസ്റ്ററും അതുപോലെ തന്നെ എൻഡവറും അവർ രണ്ടുപേരും കോമ്പിനേഷൻ ചെയ്ത് നോമോസിനെ എല്ലാം തന്നെ നശിപ്പിച്ചു കളയും. അവരാണെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് നോമോസിനെ എല്ലാം തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും നോമോസ് ആണെങ്കിൽ വീണ്ടും വീണ്ടും അൺലിമിറ്റഡ് ആയിട്ട് അവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് അവർ വണ്ടർ അടിക്കും. ഇവിടെ എൻഡവർ ആണെങ്കിൽ മാസ്റ്ററിനോട് പറയും, നമ്മൾ രണ്ടുപേരും ഒരു നല്ല കോമ്പിനേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഇവറ്റകളെ മുഴുവൻ വാഷ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ നിനക്ക് എന്നോടൊപ്പം കമ്പൈൻ ചെയ്ത് ഫൈറ്റ് ചെയ്തൂടെ? നൈസമ മാസ്റ്റർ പറയും, അയ്യോ ഇല്ല, എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല. എനിക്ക് പ്രധാനമായിട്ടും എൻ്റെ കുട്ടികളെ അവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ആ പച്ചപ്പെണ്ണിനെ കാണിക്കും. എൻഡവറും ഐസമ മാസ്റ്ററും അവർ നടന്ന കാര്യങ്ങളെല്ലാം പച്ചപ്പെണ്ണിനോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. ഹോസ്പിറ്റലിൽ ഫൈറ്റ് അത് ആരംഭിച്ചു കഴിഞ്ഞുവെന്നും എത്രയും വേഗം ഫൈറ്റ് അത് മുഴുവൻ സിറ്റിയെയും ബാധിക്കുമെന്നും സിറ്റിയിലുള്ള ജനങ്ങളെ അവിടുന്ന് മാറ്റാനായിരിക്കും ഇപ്പോൾ അവളോട് പറയാ. അവളാണെങ്കിൽ ഓക്കെ, എത്രയും വേഗം ഞങ്ങളത് ചെയ്യാമെന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ അവരാണെങ്കിൽ ഞൊട്ടിയിടയിൽ അവിടെ ഇവാക്വേഷൻ ആരംഭിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മേരിക്കോയെ സഹായിക്കാനായിട്ട് ഒരു ഷീൽഡ് മാനെ അവിടേക്ക് കൊണ്ടുവരും. അവനാണെങ്കിൽ ഷീൽഡ് പവറാണുള്ളത്, ഉപയോഗിച്ച് മറ്റുള്ളവരെ റെസിസ്റ്റ് ചെയ്യുക എന്നതാണ് അവന്റെ പ്രധാനപ്പെട്ട പവർ. അവന്റെ ബോഡിയിലുള്ള ഏത് പാർട്ട് ഉപയോഗിച്ചും അവനെ കൊണ്ട് ഷീൽഡ് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും തകർക്കാൻ കഴിയും. വഴിയിൽ കണ്ട നോമോസിനെ എല്ലാം അവൻ അടിച്ചിടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ഡോക്ടർ ആണെങ്കിൽ എന്തോ ഒരു മെഡിസിൻ കയ്യിലെടുക്കും. ഇതിനോടൊപ്പം ഒരു റിമോട്ടും കൂടെ ആ ഡോക്ടർ കയ്യിലെടുക്കുകയാണ്. അത് കണ്ട മേരിക്കോ ആണെങ്കിൽ ചാടി വന്ന് ആ ഡോക്ടറിനെ ചവിട്ടി തെറിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷേ ഒരു നോമു ആണെങ്കിൽ അവളെ തടഞ്ഞ് പിടിച്ചു വലിക്കുകയാണ്. നോമുവിന് ട്വൈസിന്റെ ശക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ ഒരുപാട് പപ്പടുകളെ അതിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഗ്യാപ്പിൽ ഡോക്ടർ ആണെങ്കിൽ ആ റിമോട്ട് ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നോമോസിനെ എല്ലാം റിലീസ് ചെയ്യുകയാണ്. ഐഎസ് എന്ന് പേരുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേരിയൻസ് ആണ് ആ നോമോസ്. ഡോക്ടർ ആണെങ്കിൽ നോമോസിന്റെ മുൻപിൽ കാണുന്ന എല്ലാ സൂപ്പർ ഹീറോസിനെ കൊന്നുകളയാനായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അടുത്ത നിമിഷം ഒരു നോമോ ചാടി വീണ് മേരിക്കോയെ പിടിച്ചു വലിച്ച് ആഞ്ഞടിക്കും. പ്രധാനമായിട്ട് 5 നോമോസ് ആണ് ഉള്ളത്. ആ നോമോസിന് സംസാരിക്കാനായിട്ട് കഴിയും. അവരാണെങ്കിൽ ആ ഷീൽഡ് മാൻ സൂപ്പർ ഹീറോയെ കണ്ട് അവന്റെ നേർക്ക് പോവാണ്. അതിലൊരു നോമോ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ആഞ്ഞടിക്കും. നീയല്ലേ ആ ക്രിസ്റ്റ്? ഷീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിയില്ലേന്ന് ചോദിച്ച് അവനെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഷീൽഡ് മാൻ ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടും, പക്ഷെ അവനെ കൊണ്ട് അവറ്റകളെ പ്രിവെന്റ് ചെയ്ത് നിർത്താനായിട്ട് കഴിയുന്നില്ല. ആ നോമോസിന്റെ അറ്റാക്കിൽ വന്ന വഴി പുറകോട്ട് അവൻ പോവാണ്. ഷീൽഡ് മാനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റു കുറച്ച് സൂപ്പർ ഹീറോസ് കൂടെ അവിടേക്ക് വരും. പക്ഷെ നോമോസിന്റെ അറ്റാക്കിൽ അവരും അങ്ങനെ തെറിച്ച് നാനാഭാഗത്തേക്ക് പോകും. ഡോക്ടർ ആണെങ്കിൽ നോമോസിൽ ഒരുപാട് പവറുകൾ അങ്ങനെ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മരിച്ചുപോയവരിൽ നിന്നാണ് ഈ നോമോസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പർ, ലോവർ, മിഡിൽ എന്നിങ്ങനെ 3 സെക്ഷനായിട്ട് അവരെ തരംതിരിച്ചിരിക്കുന്നു. കൂടുതൽ പവറുള്ള നോമോസിനെ അപ്പർ ലെവലിലും അല്പം കുറവുള്ളതിനെ മീഡിയത്തിലും ഏറ്റവും കുറവുള്ളതിനെ ഓവറിലുമാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ 3 ലെവൽസിനെ ഉപയോഗിച്ച് ഡോക്ടർ ആണെങ്കിൽ സൂപ്പർ ഹീറോസുമായിട്ട് പോരാടുകയാണ്. ഇപ്പൊ കാണുന്ന ഈ IANC നോമോസ് അവറ്റകള് അപ്പറിനും മുകളിലുള്ളവയാണ്. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്പെഷ്യൽ എബിലിറ്റിയും കഴിവും ഡോക്ടറിന്റെ റിസർച്ചിൽ കിട്ടിയിട്ടുണ്ട്. ഈ 5 പേരുടെ എക്സ്പെരിമെന്റ് അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത്തരത്തിലൊരു മോശം സർക്കംസ്റ്റാൻസസ് വന്നതുകൊണ്ട് മാത്രമാണ് ആ കപ്പടാമീശക്കാരൻ ഡോക്ടർ അവരെ ഇപ്പോൾ റിലീസ് ചെയ്തത്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം സൂപ്പർ ഹീറോസിനെ പിച്ചു കളയുക എന്നത് മാത്രമാണ്. അതാണ് അവരുടെ ബ്രെയിനിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡോക്ടറാണെങ്കിൽ ചുറ്റും നോക്കും. ഇപ്പോൾ സൂപ്പർ ഹീറോസ് ആണെങ്കിൽ അവിടെ റൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഇനി രക്ഷപ്പെടാൻ അവന്റെ കയ്യിൽ വേറെ വഴിയില്ല. സോ ഡമോറ ഷിമുറാക്കി അവന്റെ ആ എക്സ്പെരിമെന്റ് അത് കംപ്ലീറ്റ് ആയി പുറത്തേക്ക് വന്നാൽ മാത്രമേ
ആ സൂപ്പർ ഹീറോസിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ ഡോക്ടറിനും രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയൂ. 70% ആണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഒരു 30 കൂടെ ആയാൽ മാത്രമേ അത് 100% കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഇവിടെ മേരിക്കോ ആണെങ്കിൽ ഒരു മൊയലിനെ പോലെ ഡോക്ടറിന് നേർക്ക് ഓടി വരും. മൊയലിനെ കഴിഞ്ഞും പവറാണ് അവൾക്കുള്ളത്. മൊയലുകളെ കഴിഞ്ഞ് സ്പീഡിൽ ഓടാനും മൊയലുകളെ കഴിഞ്ഞും കൂടുതൽ തീവ്രമായിട്ട് കേൾക്കാനുള്ള ശക്തിയും അവൾക്കുണ്ട്. അവളാണെങ്കിൽ ഡോക്ടറിന്റെ ക്ലോസ് എത്തേണ്ട താമസം ആ നോമോസ് അവളെ ലോക്ക് ചെയ്യും. ആ നോമോസ് ആണെങ്കിൽ അവളെ പിടിച്ചു വലിച്ച് കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവളങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവറ്റകളെ നിലത്തടിക്കും. മറ്റൊരു നോമോ ആണെങ്കിൽ അവളുടെ കൈ പിടിച്ച് തിരിച്ചൊടിക്കാൻ ശ്രമിക്കും. അവൾ അതിനെ തട്ടിത്തെറിപ്പിക്കും. അവളുടെ ലെഫ്റ്റ് കൈ ആണെങ്കിൽ തകർന്നു പോയെങ്കിലും അവളുടെ റൈറ്റ് കൈ ഉപയോഗിച്ച് അവൾ ഒരുപാട് നോമോസിനെ തകർത്ത് കളയാണ്. ഉടനെ നോമോസ് ആണെങ്കിൽ അവളോട് പറയും, നിനക്ക് ലോങ് റേഞ്ചിൽ നന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ക്ലോസ് റേഞ്ച് അറ്റാക്ക് അത് വളരെ മോശമാണ്. ഞങ്ങൾ നോമോസ് എല്ലാവരും ചേർന്ന് നിന്നെ ഈസി ആയിട്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറയും. അതിനവൾ പറയും, മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എന്റെ അവസാന ശ്വാസം വരെ വിട്ടുകൊടുക്കാതെ തോറ്റുപോവാതെ ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് വീണ്ടും അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അങ്ങനെ സീൻ കട്ട് ചെയ്ത ലിബറേഷൻ ആർമിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ഹീറോസ് എല്ലാം തയ്യാറായിട്ട് നിൽക്കുകയാണ്. മോമോസ് ആണെങ്കിൽ ഇപ്പോ ബാക്കി എല്ലാവരെയും കൂട്ടി ഇപ്പൊ പതിയെ അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി മുൻപോട്ടേക്ക് നടന്നു വരും. ജിറോ ആണെങ്കിൽ അവളുടെ പവർ ഉപയോഗിച്ച് ഓപ്പണൻസിന്റെ നീക്കങ്ങൾ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ ജിറോ ടെൻഷൻ ആവുന്നത് കണ്ട് മോമോ ആണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ ഡെങ്കിയെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മളത് കംപ്ലീറ്റ് ചെയ്യും. ഒരു ഫൈറ്റ് ചെയ്യാനായിട്ട് ഉഷാറായിട്ട് ചാടി ഓടുമ്പോൾ ഡെങ്കി മാത്രം ഭയപ്പെട്ട് കരയാനായിട്ട് തുടങ്ങും. എന്നെ കൊണ്ട് പറ്റില്ല ഇങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാൻ, എനിക്ക് ഭയം തോന്നുന്നു. നൈറ്റ് ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, നമ്മുടെ മുൻപിൽ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല, ലോകം ഇപ്പൊ വലിയൊരു പ്രതിസന്ധിയിൽ പെട്ടു പോയിരിക്കും. ആ ഒരു കാക്കപ്പയ്യനാണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും, നിന്റെ ടാലന്റ് എന്താണെന്ന് ഫുൾ ഫെസ്റ്റിവലിലാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലുള്ള നല്ലൊരു കാലഘട്ടം വേണമെങ്കിൽ നമുക്കിപ്പോ ഫൈറ്റ് ചെയ്ത് ഈ വില്ലന്മാരെ എല്ലാവരെയും തോൽപ്പിച്ചേ പറ്റൂ. നിന്റെ ഗിറ്റാർ വായന അതിനെയും കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നീ ശരിക്കും അടിപൊളിയാണ്, നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടെ ഇത് നേരിടണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പോ ആ ഒരു ലിബറേഷൻ ആർമിയുടെ വലിയ ബേസ് ആ തകർക്കും. ആ മുടി നീട്ടിയ ആർമിയിലെ വില്ലൻ അവനാണെങ്കിൽ ബിൽഡിംഗ് തകർന്നു വീഴുന്നവ നോക്കും. അവനാണെങ്കിൽ കാര്യം മനസ്സിലായി, ഓക്സ് ആണ് അവരുടെ രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ മിലിറ്ററി പോലീസിനെയും അതുപോലെ തന്നെ സൂപ്പർ ഹീറോസിനെ അറിയിച്ചു തന്നു. അവന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഓക്സിന്റെ മേലെ ഒരുപാട് സംശയം തോന്നിയിരുന്നു. സോ അവൻ ഓക്സിനെ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഭയമാണെങ്കിൽ കൂടി വരും. മിഡ് നൈറ്റ് ആണെങ്കിൽ ഡെങ്കി ആശ്വസിപ്പിക്കും, നീ ആരെയാണോ രക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരെ കുറിച്ച് മാത്രം ചിന്തിക്കുക, അവരെ രക്ഷിക്കാനായിട്ട് നീ നിന്റെ മാക്സിമം കൊടുക്കുക. നിന്റെ ലക്ഷ്യത്തെ മാത്രം നീ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും ഈ വില്ലന്മാരെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ടാവും. അത് കേട്ട് അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ജിറോയെ ആലോചിക്കുകയാണ്. എന്ത് വില കൊടുത്തും ജിറോയെ രക്ഷിക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ശക്തിയും ധൈര്യവും വീണ്ടെടുക്കും. കട്ട് ചെയ്ത ജിറോ ആണെങ്കിൽ ഇപ്പൊ ഡെങ്കി ആലോചിച്ച് ഫെയിൽ ചെയ്യും. അതേസമയം ഡെങ്കി ആണെങ്കിൽ ജിറോയെ ആലോചിച്ചും ഫെയിൽ ചെയ്യും. അങ്ങനെ രണ്ടുപേരും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ റെഡിയാവും. ഒരു നിമിഷം ലിബറേഷൻ ആർമിയിൽ ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ മുൻപിലേക്ക് വരും. സൂപ്പർ ഹീറോസ്, നിങ്ങൾ എത്ര പേര് വന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങളെ എല്ലാവരും ഈസി ആയിട്ട് എനിക്ക് തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഒരു പവർ ഗണ്ണ് പുറത്തേക്ക് എടുത്ത് അതിന്റെ ഷോക്ക് വേവ്സ് അത് അവന്റെ ബോഡിയിലൂടെ അറ്റാക്കി മാറ്റി അതുപയോഗിച്ച് അവൻ സൂപ്പർ ഹീറോസിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ഇലക്ട്രിസിറ്റി പവർ ഉപയോഗിച്ച് എല്ലാവരെയും നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഡെങ്കി ആണെങ്കിൽ മുൻപിലേക്ക് അങ്ങനെ ചാടി വീഴുകയാണ്. ടൊക്യാമയ്ക്കാണെങ്കിൽ ഇപ്പൊ ഡെങ്കിയെ കുറിച്ചുള്ള മെമ്മറിയാണ്, പെർഫോമൻസും ഗിറ്റാർ വായനയും അതെല്ലാം തന്നെ അവന്റെ മനസ്സിലൂടെ അങ്ങനെ മിന്നിമാഞ്ഞു പോവും. എനിക്ക് അത്തരത്തിലുള്ള കഴിവുകൾ മാത്രമല്ല, അവൻ ഫ്രണ്ട്സിന് വേണ്ടി ഏതറ്റം വരെ പോവും. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റിൽ ഡെങ്കി ആണെങ്കിൽ ആ ഒരു ഇലക്ട്രിസിറ്റി പവർ അത് മുഴുവനായിട്ടും അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. സൂപ്പർ ഹീറോസിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് കൂടും. അവരാണെങ്കിൽ കൂടുതൽ ഫൈറ്റ് ചെയ്യാനായിട്ട് മുൻപോട്ടേക്ക് പാഞ്ഞെടുക്കും. വില്ലന്മാരാണെങ്കിൽ അത് കണ്ട് ഞെട്ടും. നമ്മുടെ കാക്കപ്പയ്യനും മിഡ് നൈറ്റിനും അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അവര് കോൺഫിഡൻസോടുകൂടെ ഇപ്പൊ ചിരിക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.